ഇതേ രീതിയിൽ ഇരുന്നിരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ ഇത്. അതാണ് നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇതേ രീതിയിൽ ആക്കിയതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് കറക്റ്റ് ടൈമിൽ റീപോർട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയിട്ട് ഇതേപോലെ ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇലകൾ ഓരോന്നും കൊഴിഞ്ഞു പോവുക, അതുപോലെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഇലകളും വീണ്ടും വളരുന്നുണ്ടായിരുന്നില്ല. ഇലകളില്ലെങ്കിൽ പോലും ഇതിൻ്റെ തണ്ടുകളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ എല്ലാ തണ്ടുകളും ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണം. അപ്പോൾ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പറമ്പിൽ കാണുന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ളൊരു ഗ്രോ ബാഗിലോട്ട് ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ചെടി നട്ട് കൊടുക്കുന്നതിനെക്കാട്ടും മുൻപ് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. ഇനി നടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ഇതിൽ നിന്ന് പറിച്ചെടുക്കണം. വേണമെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് ഈ ഒരു കവറ് കീറിയിട്ട് നമുക്ക് പ്ലാന്റ് പുറത്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആദ്യം നന്നായിട്ട് നനച്ച് കൊടുക്കുക. നനച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലൊരുപാട് റൂട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ റൂട്ടൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്രിം ചെയ്തുകൊണ്ട് ചെടി വാടിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ വേര് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിരുന്ന ഗ്രോ ബാഗിലോട്ട് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക. ഇത് പോട്ടി മിക്സ് അല്ല, നമ്മൾ സാധാരണ വെറും മണ്ണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെയാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. ചെടി ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല മണ്ണ് മാത്രം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെടി വെച്ചിട്ട് ഇതേ രീതിയിൽ നട്ട് കൊടുക്കണ്ടേ. ഞാനിവിടെ ഇതേ രീതിയിൽ ഒരു പ്ലാന്റും കൂടും ഈ സെയിം ഗ്രോ ബാഗിൽ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നനച്ച് കൊടുക്കാം. ചെടി നട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ മുകളങ്ങൾ വരാനായിട്ട് തുടങ്ങി. നട്ട് കൊടുത്തിട്ടുള്ള 2 ചെടികളിലും ഇതുപോലെ അങ്ങനെ മുകളങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇലകളെല്ലാം തന്നെ വിരിയാനായിട്ട് തുടങ്ങി. പുതിയ ചില്ലകളുണ്ടായി. അതിലെല്ലാം തന്നെ നിറയെ ഇലകളുണ്ടായി. ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന 2 പ്ലാന്റ്സ് ആയിരുന്നു. ആ 2 പ്ലാന്റ്സും ഇതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. 2 പ്ലാന്റ്സും നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്